അടിവിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഞാൻ നിങ്ങളുടെ കൂടെ പാടുമ്പോഴേ ഒട്ടും എന്റെ ശബ്ദം ഉയർന്നു പോവാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങാനും ഒരു ആവശ്യത്തിൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ കണ്ടു ഇങ്ങനെ പാടുന്നുണ്ട്. ആ ഒരു എന്താ പറയാ പാടാനുള്ള ത്വര കൊണ്ട് അത് ഭയങ്കര. ഓക്കെ, അപ്പൊ ഈ മാത്സും മ്യൂസിക്കും തമ്മിൽ എന്താ ബന്ധം? ഭയങ്കര ബന്ധം. എന്താ ബന്ധം? സ്പന്ദനം. സ്പന്ദനം തന്നെ. ആഗോളത്തല്ല ദശെന്താ പറയുന്നത്, സ്പന്ദനം. മാത്സിലാണ് മ്യൂസിക്കിലാണ്. അതെച്ചാല് മ്യൂസിക് എന്ന് പറയുന്ന ഫുൾ മാത്തമാറ്റിക്സ്. ഒരു താളം എന്ന് പറയുന്നത് എന്താണ്, ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ പോകുന്ന ബീറ്റ് അല്ലെ, അതിനുള്ള താളം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്ന ആ ഇന്റർവെൽ എന്ന് പറയുന്നത് തന്നെ മാത്സ് അല്ലേ, ഫുൾ മാത്സ്. ഈവൺ ഒരു നമ്മൾ പാടുന്ന ശബ്ദം പോലും ഫ്രീക്വൻസി ആണല്ലോ. ഇത് കേൾക്കുന്നവർ എന്താണ് എന്ന് ധരിക്കണ്ട, കാരണം മാത്തമാറ്റിക്സ് കണക്ക് മാഷാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഇപ്പൊ അറിയില്ല, ഒന്നും അറിയില്ല. കണക്ക് കൂട്ടണമെങ്കിൽ കാൽക്കുലേറ്റർ ആകണം. അല്ല, അന്നത്തെ കുട്ടികളൊക്കെ ഇല്ലേ, പഠിപ്പിച്ച കുട്ടികളൊക്കെ മാഷിനെ കാണുമ്പോൾ ഭയങ്കര എന്താ, എങ്ങനത്തെ മാഷായിരുന്നു? ഒട്ടും ഞാൻ പാട്ട് പാടുകയുണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെയാണ് എന്റെ ധാരണ. പിള്ളേർക്ക് എത്ര ഉണ്ടോന്നൊക്കെ അറിയില്ല. എത്രത്തോളം അതെ അതെ ഒരു കുട്ടി പക്ഷെ ഭയങ്കര സ്നേഹം അവർക്കൊക്കെ. അത് ഞാൻ എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ, എന്റെ ക്ലാസ് ഇഷ്ടമില്ലാത്തോണ്ടാണോ, അല്ല സാറ് പോയല്ലോ എന്നുള്ള ഇഷ്ടമായിരിക്കും അല്ലേ കൂടുതൽ. എന്തായാലും വളരെ സ്നേഹമുള്ള മക്കളാണ്. എത്ര വർഷം പഠിപ്പിച്ചു? 3 വർഷം പഠിപ്പിച്ചു. 3 വർഷം. ഓക്കെ, അപ്പൊ അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള. ഞാൻ എപ്പോഴും പറയും, പാട്ട് പാടാനുള്ള ഒരു എന്താ പറയാ, ഈ ഒരു പ്രൊഫഷൻ ഞാൻ എടുക്കാൻ, പാട്ട് പാടാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണല്ലോ ഞാനിത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഈ അധ്യാപനം, ടീച്ചിങ് എന്നുള്ള ജോബാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ B.Ed ഒക്കെ എടുത്തതും അതിനു വേണ്ടി ശ്രമിച്ചതൊക്കെ. സിന്ധു ചേച്ചി, ഒരു ലോങ് കരിയർ ഉണ്ട് ചേച്ചിക്ക്. കുറേ വർഷങ്ങൾ പാട്ടൊക്കെ പാടി പിന്നെ സന്തോഷത്തോടെ ഇപ്പം ഇത്രയും ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്ര പാട്ടൊക്കെ പാടി സിന്ധു പ്രേംകുമാർ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ഒരു ഗായികയായി. ഇത്രയും നേടിയതിന് ചേച്ചി സന്തുഷ്ടയാണോ, സംതൃപ്തിയാണോ? അതെ, നമ്മൾ ഇത്രയും, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 10-30 വർഷങ്ങളോളമായി ഞാൻ ഈ മ്യൂസിക് ഫീൽഡിൽ വന്നിട്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ പാടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും നമ്മൾക്ക് ഇപ്പോഴും ഇപ്പം ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ ഒരുപാട് കുട്ടികൾ പുതിയ പുതിയ കുട്ടികളായിട്ട് കയറി വരുന്നു. പക്ഷെ എന്നാലും നമ്മൾക്ക് ഇപ്പോഴും ആ റെസ്പെക്റ്റും നമ്മളോടുള്ള ആളുകൾക്കുള്ള ഇഷ്ടവും ഒക്കെ കാണുമ്പം ഭയങ്കര സന്തുഷ്ടയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു ലെവലിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാനത് ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായതുകൊണ്ട് വളരെ നമുക്കത് ടൈമൊന്നും ഇല്ലല്ലോ. എത്രയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പ്രോഗ്രാംസിനാണെന്നുണ്ടെങ്കിലും എന്ത് സുഖമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ? തീർച്ചയായിട്ടും. ഈ ഒരു മൊമെന്റ് എപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നത്, ഏതോ ഒരു മൊമെന്റും, ബിക്കോസ് മ്യൂസിക്കുള്ളതുകൊണ്ട്. ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളൊരു എന്താ പറയുന്ന ഒരു എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെയും അതൊരു അരമണിക്കൂർ ഇരുന്ന് പാടിയാൽ തീർന്നു. ഈഷാദ് ഇപ്പോൾ പറയുമ്പോൾ ഞാൻ പറയണത് എൻ്റെ ലൈഫിലെ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് പോവാണ്. പക്ഷെ എന്നാലും എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു സംഭവം നടന്നതാണ്. എന്നാലും അതിന് ഞാൻ റിക്കവറി ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും സന്തോഷമായിട്ട് ചിരിച്ച് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അതിന് എനിക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയും, ഞാൻ ഈ സംഗീത രംഗത്തല്ലെങ്കിൽ ചിലപ്പം എന്നെ ഇങ്ങനെ നിങ്ങൾ കാണില്ല, ഇത്രയും പ്ലസൻ്റ് ആയിട്ട് എന്നെ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക്. എന്നുവെച്ചാൽ എനിക്ക് അത്രയും വലിയൊരു ആഘാതത്തിൽ നിന്നാണ് ഞാൻ എന്നെ കൈ പിടിച്ച് ഉയർത്തിയത് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ഉണ്ടല്ലോ കൂടെ എല്ലാത്തിനും. അപ്പൊ നമ്മൾ നേരത്തെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാട്ടിൽ വന്ന മാറ്റങ്ങള്, ഒരുപാട് കാര്യങ്ങൾ, പുതിയ ഗായകർ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പാട്ട് ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ആരാണെന്ന്. പിന്നെ ഒരു ഇന്റർവ്യൂ വരുമ്പോഴാണ് ഇന്ന ആളാണ് ഈ പാട്ട് പാടിയത്. നല്ല കഴിവുള്ള കുട്ടികളാണ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാണാറില്ലേ നമ്മളിപ്പോ TV ഷോസിലൊക്കെ ചെറിയ മക്കള് എന്തൊരു ഭംഗിയായിട്ടാണ് പാടുന്നത്. സൂപ്പർ കിഡ്സ് ആണല്ലേ അവരൊക്കെ. സൂപ്പർ കിഡ്സ് ആണ്. അതും ലിറിക്സ് ഒക്കെ പഴയ പാട്ടുകളല്ലേ കോമ്പറ്റീഷനിലൊക്കെ പാടുന്നു. പക്ഷെ ലിറിക്സ് ഒക്കെ പാടുന്ന കേട്ടാൽ പോലെ ഇത്രയും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പാടുന്നത് ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് പാടുന്നത്. അപ്പൊ എങ്ങനെയാ ഈ പാട്ട് ഈ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടായതിനേക്കാളും
വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അല്ലേ? പിന്നെ അല്ല നമ്മള് ഈ നമ്മുടെ കൾച്ചർ മാറുന്ന അനുസരിച്ച് ഇതെല്ലാം മാറും. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അതായത് നമ്മുടെ ജീവിതശൈലി മാറുന്നത്. നമ്മള് പിന്നെ നമ്മൾ വസ്ത്രധാരണം തന്നെ നമ്മളെപ്പോഴും അതെ ഓണം വരുമ്പോൾ മാത്രമേ മുണ്ട കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മള് മുണ്ട കൊടുക്കുന്നില്ല, മുണ്ടില്ല. ചിലപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ ഇതുപോലും ഇതിന്റെ അടിയിൽ പണ്ടിട്ടോണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ പുറത്തേക്ക് ഇട്ട് നടക്കുന്നത്. അത് ആണോ പെണ്ണോ വ്യത്യാസം ഇല്ലാതെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറിന്റെ വരുന്ന വ്യത്യാസങ്ങൾ മുഴുവൻ മ്യൂസിക്കിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സംഗീതത്തിൽ മാത്രമല്ല, ടോട്ടലി എല്ലാത്തിലും മാറ്റങ്ങൾ, സംഗീതത്തിലും ഒരു മാറ്റം ഉണ്ടായി തന്നെ വിചാരിക്കാം അല്ലേ? അതൊരു പോസിറ്റീവായ മാറ്റമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണല്ലോ. നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ഫോൺ എടുത്ത് നമ്മൾ അതിൽ റീൽസ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലേ? അതിന് നമ്മൾ ചിലർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും കുറ്റം പറയുന്ന ആളുകൾ ആസ്വദിക്കുന്നുണ്ടല്ലോ. എന്റെ വീട്ടിൽ തന്നെ എന്റെ അച്ഛനില്ല, അമ്മ എപ്പോഴും ഈ റീൽസിലാണ് അമ്മ ജീവിക്കുന്നത്. യൂട്യൂബിലെ റീൽസിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെയാണ് അമ്മ ജീവിക്കുന്നത്. നമ്മൾ ആദ്യം തള്ളി പറഞ്ഞു, അത് കുറെ നമ്മൾ അംഗീകരിച്ചു. അങ്ങനെ ഓരോ കാര്യവും അത് അങ്ങനെയാണ്. അപ്പം അവര് വരെ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ മാറ്റങ്ങൾ സംഗീതത്തിലും വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ആ സംഗീതം പണ്ട് ഇപ്പൊ എൻ്റെ മുമ്പത്തെ അല്ലെങ്കിൽ അച്ഛനമ്മ എന്ന് പറയുന്ന അവരുടെ കാലഘട്ടത്തിലെ പാട്ടുകളല്ല, ആ ടൈപ്പ് ഓഫ് പാട്ടുകളല്ല ഇപ്പം എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ അപ്ഡേറ്റഡ് ആവാത്തോണ്ടാണോ? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് ആസ്വദിക്കാൻ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം അല്ലേ? അതെ, അതുകൊണ്ടാണ് ചിലപ്പോ ചില പാട്ടുകൾ ആസ്വാദ്യകരം അല്ലാതെ ആയി പോകുന്നത് നമുക്ക് തോന്നും. ചിലപ്പോ ഇതൊക്കെ ഇനി ഒരു 10-20 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ പാട്ടുകളായിരിക്കും ക്ലാസിക് ആയിട്ട് വരുന്നത്. അതാ നമ്മള് പഴയ കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പണ്ടത്തെ പാട്ടുകളൊക്കെ എന്തായിരുന്നു പാട്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പാട്ട് ഇഷ്ടപ്പെടുന്ന അതിനെ നെഞ്ചേറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളും നല്ല മെലഡീസ് വരുന്നുണ്ട്, നല്ല ഫാസ്റ്റ് സോങ്സ് എല്ലാം ഉണ്ട്, മിക്സ് ആയിട്ടാണല്ലോ വരുന്നത്. എല്ലാ പാട്ടുകളും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നത് ഹിപ്പ് ഹോപ്പുകളെ പറ്റി, അതിപ്പോഴാണ് നമ്മുടെ മലയാളത്തിലേക്ക് വരുന്നത് എന്നുള്ളതുള്ളൂ. അതിപ്പോ ഒരു സംഗീതം തന്നെയല്ലേ, അത് സംഗീതം. അത് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും അതിന്റെ ഒരു ആസ്വാദനം. പിന്നെ വെറൈറ്റി സിംഗേഴ്സും ഉണ്ട്. വേറെ ജോണർ ഓഫ് തോട്ടാണ്, തിങ്കിങ് ആണ്, പാട്ടിന്റെ രീതിയാണ്. അത് പാടിയെടുക്കാനും ഇല്ല, അതിനും ഒരു കഴിവാണല്ലോ. അതെ, അതും ഒരു കഴിവ് തന്നെയാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മളടുത്ത് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ലല്ലോ. അത് നമ്മളത് അവരുടെ കഴിവിനെയും നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയപ്പം പഴയ കാലഘട്ടത്തും പുതിയ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നോക്കൂ, കൈതപ്രസാദ് എഴുതിയ പാട്ടാണ് ഏറ്റവും വലിയ ഹിറ്റ്, മിന്നൽ വള. അതേ ആള് തന്നെയാണ് പ്രമോദവൻ എഴുതിയിട്ടുള്ളത്, ദേവദുന്ദുഭി എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്ന് വന്നിട്ട് അപ്പൊ സാറ് വരെ അത് ആക്സെപ്റ്റഡ് ആണ്, സാറ് അപ്ഡേറ്റഡ് ആണ്. മിന്നൽ വള എന്നുള്ള ഒരു വേർഡാണ് ആ പാട്ടിനെ എവിടെയാണ്. അല്ല, അത് നിഷാദ് പറഞ്ഞപ്പോഴാണ് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് അല്ലേ? ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിനനുസരിച്ചിട്ടും നമ്മളുടെ രീതികളെ മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കേ ഉള്ളൂ അല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം ഒരു റീൽ ഞാൻ കണ്ടതാണ്. മിന്നൽ വള ഒരു കല്യാണത്തിന് മിന്നൽ വളയാണ് ഇട്ട് കൊടുത്തത്, മിന്നൽ പോലെ ഒരു വള. എന്നിട്ട് അത് പാട്ടിട്ടിരിക്കുന്നത് മിന്നൽ വള എന്നുള്ള പാട്ടാണ്. അപ്പൊ അത്രയും സാറ് കൈതപ്രസാദ് എഴുതിയ ഒരു വാക്ക്. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലുദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. രസമായിട്ടല്ലേ സാറ് എഴുതിയിരിക്കുന്നത്? സാറ് എഴുതിയത് മാത്രല്ല, അതിന് ട്യൂൺ ചെയ്തതല്ലേ ഗംഭീരം. ജനറേഷൻ മാറുന്നതല്ല, നമ്മൾ അവർക്ക് അനുസരിച്ച് അപ്ഡേറ്റ് എന്ത് വന്നാലും നമ്മൾ അതിന് പിന്നിലേ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? പിന്നെ ഈ ഭയങ്കര തരംഗം ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം, ആവേശത്തിലൊക്കെ പാട്ടുണ്ടാകും, ഓളമൊക്കെ നമ്മൾ പഴയ പാട്ടിനെ അല്ല, ഇപ്പത്തെ ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും കൊച്ചു കുട്ടികൾക്ക്
ചെറിയ മക്കൾക്ക് അതൊക്കെയാ വേണ്ടത് അല്ലേ? അവർക്ക് ഒരു പ്രോഗ്രാമിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ അതോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികളില്ലേ, ഇതൊക്കെ എല്ലാ പാട്ടിന്റെയും ലിറിക്സ് അറിയാം, അവര് പഠിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവര് നമ്മളെ കൂടെ പെർഫോം ചെയ്യും. ഭയങ്കര രസമാണ് അത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാട്ടൊക്കെ പാടില്ല, അപ്പൊ നല്ല മെമ്മറി ഒക്കെ ഉണ്ടോ? നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അങ്ങനെയല്ല. പ്രോഗ്രാംസ് ഒക്കെ ആ സമയത്ത് സാധാരണ എപ്പോഴും പ്രോഗ്രാമിൻ്റെ തിരക്കുകളായിരിക്കും. പക്ഷെ അധികവും ഞാൻ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. എന്താ വെച്ചാൽ വീട്ടുകാരെല്ലാവരും കൂടി തറവാട്ടിൽ എനിക്ക് ഇങ്ങനെ കുറേ കസിൻസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൂട്ടുകുടുംബം ഇപ്പോഴും ആ ഒരു റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തറവാട്ടിലൊക്കെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന ഒരു ജോളി, എല്ലാവരും സന്തോഷം. സദ്യ ഉണ്ടാക്കാൻ അറിയോ? ഓ, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. വെറുതെ പറയില്ല ഞാൻ പറഞ്ഞ. പക്ഷെ അല്ലല്ല ഇവൻ പറയും ഞാൻ വെറുതെ ബടായി ഇളക്കുക. അതൊന്നല്ല. വീട്ടിലേക്ക് വരും കേട്ടോ, മോള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഇവൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പോയ ആളാണ്. എന്നിട്ട് പറയുന്നത് കണ്ടില്ല. ഞാൻ പറയട്ടെ, പറയാ എനിക്ക് നല്ല കറി, ചിക്കൻ കറി, അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ ഓണത്തിന്റെ സദ്യയുടെ കാര്യമല്ലേ ചോദിച്ചത്? അത് ഓണസദ്യന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞ ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ? അപ്പൊ ചേച്ചി ഏതാ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ഡിഷ് ഏതാ ഓണത്തിന്, ഓണസദ്യയില്? ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറിയാണ്. ഓലൻ കൂട്ടുകറി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓലനും കൂട്ടുകറിയും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ എനിക്കിഷ്ടം ഏറ്റവും ഓണം. സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്നത്? ഓ, സാമ്പാർ ഉണ്ടാക്കും. നിഷാദായിട്ട് എനിക്കറിയാം, ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണെന്ന് അറിയാം. ഉണ്ടാക്കാറുണ്ടോ? പക്ഷെ ഇതൊന്നും ഉണ്ടാക്കാറിയോ? ഓണസദ്യ ഒന്നും ഉണ്ടാക്കാം. സാമ്പാർ ഉണ്ടാക്കും, നോൺ വെജുകളൊക്കെ കുക്ക് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യും. ഓണസദ്യ ഇഷ്ടപ്പെട്ട വിഭവം എന്താ? എനിക്ക് സാമ്പാർ, പിന്നെ ഈ പറയുന്ന പോലെ ഓലൻ ഇഷ്ടമാണോ? അവിയൽ, പിന്നെ ഓലൻ ഭയങ്കര ഇഷ്ടമാണ്. ഓലൻ ഇങ്ങനെ, പിന്നെ പച്ചടി, പപ്പടം. എനിക്കും സാമ്പാറ്, എനിക്ക് പൊതുവേ പപ്പടം ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് സദ്യ നമ്മൾ ഇത് സാമ്പാർ മധുരത്തിന്റെ ഫാൻസ് അല്ല രണ്ടുപേരും? ആണാണ്, തീർച്ചയായിട്ടും. അത് അതിലേക്കാണ് വരുന്നത്. പ്ലീസ് സാർ, പായസം എന്ന് പറയാം. ഞാനത് എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നത്, നാട്ടിൽ പോയാല് എന്റെ അമ്മൂമ്മ ഇന്നില്ല, അമ്മൂമ്മ നല്ല ഈ ഇതുണ്ടല്ലോ, അരിപ്പായസല്ല, പയറിന്റെ ചെറുപയർ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലില് അതൊരു ടേസ്റ്റ് ആണ് അല്ലേ? അതെനിക്ക് ചിലപ്പോ മിസ് ചെയ്യാറുണ്ട്. അത് പണ്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ടൈം എടുത്ത് അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഡ് അല്ലേ, വേഗം ടൈം ഇല്ലല്ലോ. അമ്മയും പായസം ഉണ്ടാക്കും, സേമിയ. എന്റെ വൈഫ് നല്ല പാലട ഉണ്ടാക്കും. സവിജ അറിയാലോ, സവിജ നന്നായിട്ട് ഉണ്ടാക്കും പാലടയും ഈ സേമിയ പായസം ഉണ്ടാക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത്തവണ ഓണത്തിന് പായസം ഉണ്ടാവില്ല. അല്ല, സവിജ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞോളണം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വരണ്ട, പായസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഓണത്തിന് പായസം ഉറപ്പായി. അതെ, ഓണത്തിന് പായസം ഉറപ്പായി. അപ്പൊ ഈ ചെറിയ കാലത്ത് ഓണക്കളികളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ പ്രോഗ്രാമിലൊക്കെ ആയിരിക്കുമല്ലോ. ചെറുപ്പകാലത്ത് ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ക്ലബ്ബുകൾ ഉണ്ടാവില്ലേ, ചെറിയ ക്ലബ്ബുകൾ, അവിടെ ഇങ്ങനെ മത്സരം അങ്ങനെ, അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ കോമ്പറ്റീഷൻ, ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, അപ്പോഴും മ്യൂസിക് തന്നെയാണ്. അവിടെ പോവാ, ഈ ക്ലബ്ബുകളൊക്കെ പണ്ട് അത് ഭയങ്കര ഒരു ഇതാണല്ലോ. ഓണം, പൂക്കള മത്സരം, പാട്ട് മത്സരങ്ങള്, അതൊക്കെ ഭയങ്കര സന്തോഷല്ലേ നമുക്ക്. നമ്മുടെ ഇവിടെ ദേശപോഷണി കോമ്പറ്റീഷൻ എല്ലാ വർഷവും. അതിൽ നിന്നൊക്കെ ഒരു പണ്ട് ഒരു ഗ്ലാസ്, ഈ ടംബ്ലറൊക്കെയാണ് നമുക്ക്, സോപ്പ് പെട്ടി, ഇതൊക്കെയാണ് നമുക്ക്. പക്ഷെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം തുറക്കുമ്പോഴേ, എന്താണ് ആ സോപ്പ് പെട്ടിന്റെ ഭംഗി അറിയാം. അതൊക്കെ ഭദ്രമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ അടുത്തുണ്ട്. ഞാൻ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, അല്ല ചെറിയ ചെറിയ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ അല്ലേ നമ്മുടെ, അതൊക്കെ ഒരുപാട്, വിളക്കുകള്, അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറയണം, നല്ലൊരു ഓണപ്പാട്ട്. അത്തപ്പൂവുന്നുള്ളി തൃത്തപ്പൂവുന്നുള്ളി തന്നാലും പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലേ വാ ഒന്നാനം കുന്നിലോടി വാ. അത്തപ്പൂവുന്നുള്ളി തൃത്തപ്പൂവുന്നുള്ളി
തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ.